ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ലൈൻ വന്ന ക്ലാസ്സാണ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയമാണ് നമ്മൾ എടുക്കുന്നത്. അതിന് നമ്മൾ ആ ഇൻഡിഫറൻസ് കർവ് പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി ബഡ്ജറ്റ് ലൈനും കൂടെ പഠിച്ചിട്ടേ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് ബഡ്ജറ്റ് ലൈൻ? ദി ബഡ്ജറ്റ് ലൈൻ ഷോസ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് that can be purchased by spending the whole available income of the consumer. ഒരു കൺസ്യൂമറുടെ മുഴുവൻ ഇൻകം വെച്ച് അയാൾക്ക് മേടിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടാൻജൻസി, അതിനെയാണ് നമ്മൾ ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയും, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ശരിക്കും ബേസിക്കലി ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈൻ്റെ അത് ശരിക്കും ഇത് ഒരു ലെവൽ ഓഫ് ഇൻകം ആണ്. നമുക്ക് പറയാം ഇത് വൈ എന്ന് പറയുന്ന ഇൻകം ആണെങ്കിൽ ഇത് കമ്മോഡിറ്റി വൈയും ഇത് കമ്മോഡിറ്റി എക്സ്, വൈ അല്ല എം എന്നാക്കാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ രണ്ടിടത്ത് വൈ കിടക്കാം, എം ആണ് ഇൻകം. അപ്പോൾ ഇൻകം നമ്മൾ ഇത്രയുണ്ട് നമ്മുടെ ഇൻകം എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻകം ഉപയോഗിച്ച് നമുക്ക് ഇത്രയും കമ്മോഡിറ്റി വൈ മേടിക്കാം, അല്ലെങ്കിൽ ഇത്രയും കമ്മോഡിറ്റി എക്സ് മേടിക്കാം, അല്ലെങ്കിൽ ഇത്രയും കോമ്പിനേഷൻസ് ഓഫ് വൈയും ഇത്രയും കോമ്പിനേഷൻ ഓഫ് എക്സ് മേടിക്കാം. ഇതാണ് ഈ കോമ്പിനേഷൻ പോയിന്റിൽ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൂടുതൽ എക്സ് കൂടുതൽ മേടിക്കാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വൈ മേടിക്കാം. സോ all these points on this particular line, which is called a budget line, shows different combinations of two goods that can be purchased by a given level of income. Okay, എന്താണ് given level of what? Income. Okay, so budget line shows different combinations of two goods. This is a particular combination where your x is 0 and y is what we can say 100. നമുക്ക് 100 ആണെങ്കിൽ, സോ നമ്മൾ ഇവിടെ എക്സ് നമ്മൾ മേടിക്കുന്നില്ല, വൈ മാത്രമേ. ഇവിടെ നമ്മൾ എക്സ് ഇസ് വാട്ട് വി ക്യാൻ സേ 50 ആൻഡ് വൈ ഇസ് 0. നമ്മൾ എന്താ ഇവിടെ മേടിക്കുന്നുള്ളൂ, എക്സേ മേടിക്കുന്നുള്ളൂ, വൈ മേടിക്കുന്നില്ല. സോ ബിറ്റ്വീൻ ദീസ് ടു പോസിബിലിറ്റീസ്, വെൻ യു ആർ സ്പെൻഡിങ് ഓൾ ഓഫ് യുവർ ഇൻകം ഓൺ വൈ, ദിസ് ഈസ് യുവർ combinations of commodities. When you are spending all of your income on the purchase of X, this is your what we can say possible combination, and between these two you can have different combinations of two goods X and Y, which you can buy by spending all of your income. മുഴുവൻ ഇൻകം കൂടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് എത്ര മേടിക്കാൻ പറ്റും, ഓരോ കോമ്പിനേഷൻസ് ഓഫ് ഓരോ രണ്ട് കമ്മോഡിറ്റിയും ഏതൊക്കെ കോമ്പിനേഷൻ മേടിക്കാൻ പറ്റും എന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു ലൈനാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ബഡ്ജറ്റ് ലൈൻ. സോ വാട്ട്സ് മോർ ആ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. The budget line shows all combinations of two goods, all combinations of what? Two goods that can be purchased by spending all of available income. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് all combinations of two goods, okay, that can be spending the whole of income. രണ്ടാണ് നമുക്ക് നിർത്താം, ഇവിടെ ഒരുമിച്ചെടുക്കാം. ഓൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്. അപ്പോൾ രണ്ട് ഗുഡ്സിൻ്റെ എല്ലാ കോമ്പിനേഷൻ എ ബി സി ഡി ഇ എക്സെട്ര ലൈക്ക് ദാറ്റ്, ദർ ആർ അൺലിമിറ്റഡ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓൺ ദിസ് ലൈൻ ബിക്കോസ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് ലൈൻ. ഓക്കെ, സോ അപ്പം രണ്ട് കമ്മോഡിറ്റിയുടെ ഓൾ കോമ്പിനേഷൻസ് നമുക്ക് നമ്മൾ മുഴുവൻ ഇൻകം സ്പെൻഡ് ചെയ്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുക. ഗ്രാഫിക്കലി ദി ബഡ്ജറ്റ് ലൈൻ റെപ്രസെൻറ്റ് വേരി കോമ്പിനേഷൻ ടു commodities that can be purchased by the consumer. Okay, the price of the two commodities and the income of the consumer are given. So this is an important factor that you have to supplement while you're defining what the budget line. First one is that the income of the consumer is given. Similarly, the price of the two commodities are also given. Given means it cannot be changed throughout your consumption time. Okay, അപ്പോൾ നമുക്കൊരു ഗിവൺ ഇൻകം ഉള്ളൂ. സപ്പോസ് ദാറ്റ് അവർ ഇൻകം ഇസ് 10,000 rupees. Okay, and the price of X is equal to 50 rupees and the price of Y is equal to what we can say, simplify we can say it is 80 rupees. സോ അങ്ങനെ നമുക്കൊരിക്കലും ഇത് മാറുന്നില്ല. ഇങ്ങനെ ഇതിൽ മൂന്നും ഗിവൺ ആയിരിക്കെ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസും അതുപോലെ തന്നെ ഇൻകം ഗിവൺ ആയിരിക്കെ, നമുക്ക് ഈ രണ്ട് കമ്മോഡിറ്റിയുടെയും ഏതൊക്കെ കോമ്പിനേഷൻ ഫുൾ ഇൻകം സ്പെൻഡ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷനാണ് നമ്മളിപ്പോൾ കണ്ട ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ദ പ്രൈസ് ഓഫ് ദി ടു കമ്മോഡിറ്റീസ് ആൻഡ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആർ ഗിവൺ. ഓക്കെ, സോ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബേസിക്കലി. അപ്പം നമ്മൾ പറയുകയാണ് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ബഡ്ജറ്റ് ലൈൻ. ഇവിടെ ബഡ്ജറ്റ് ലൈൻ തന്നേക്കുക, നമുക്കിവിടെ കമ്മോഡിറ്റി എക്സ് ആണ് മനസ്സിലായി, ഇവിടെ കമ്മോഡിറ്റി വൈ ആണ്. ഓക്കെ, ഇനി ബഡ്ജറ്റ് ലൈൻ എത്രമാത്രം തുക ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ നമുക്കറിയാം. ഇതിൻ്റെ അകത്തെയാണ് ഈ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ഇതെല്ലാം കൂടെ കൂടുന്ന ഇൻകം, പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയെന്ന് വിചാരിച്ചാൽ മതി, ഫുള്ളിട്ട് ഇൻകം.
ഒരു ഇൻകം. അപ്പോൾ നമ്മളതിനെ ചിലക്ക് എം എന്നൊക്കെ പറയാം. എം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും? എം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രമാത്രം എക്സ് മേടിച്ചു, അതിനെ എക്സിൻ്റെ വിലയോട് കൂടിച്ച് അപ്പോൾ നമുക്ക് എത്രമാത്രം എക്സിൽ മൊത്തം ചിലവാക്കി നമുക്ക് കിട്ടും. ശരിയല്ലേ? നമുക്ക് കടയിലൊക്കെ പോയി സാധനം മേടിച്ചുകൊണ്ട് നമുക്ക് എളുപ്പമാണ് അങ്ങ് കണക്കൂട്ടാൻ പറ്റും. പിന്നെ എത്രമാത്രം വൈ മേടിച്ചു, നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വൈ കേട്ടോ. അതിനെന്നിട്ട് നമ്മൾ വൈയുടെ പ്രൈസ് കൊണ്ട് ഗുണിച്ച് ഇത് രണ്ടും കൂടെ കൂട്ടിക്ക് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം കിട്ടും, നമ്മുടെ ഇൻകം കിട്ടും. അപ്പോൾ നമ്മൾ ഇൻകം രണ്ട് രീതിയിൽ സ്പെൻഡ് ചെയ്യണം. വൈയിൽ സ്പെൻഡ് ചെയ്യണം, എക്സിൽ സ്പെൻഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ വൈയിലും എക്സിലും കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുക ഏത് ഈ നമ്മുടെ എം. ഓക്കെ, സോ ദിസ് ഈസ് എം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻകം എത്രയുണ്ട്? ഇൻകം ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു എക്സ്. ദാറ്റ് മീൻസ് എക്സ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് commodity, x into what? The price of this okay, into price of x. Okay, then the quantity of y into price of y. Okay, so these two together will give your income. നമ്മൾ ഇൻകം നമുക്ക് ഗിവൺ ആണ് കേട്ടോ. ആ ഇൻകം നമ്മൾ ഇതിൽ രണ്ടിലോട്ട് സ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര എക്സ് സ്പെൻഡ് ചെയ്തു, എത്ര വൈ സ്പെൻഡ് ചെയ്തു, അത് രണ്ടും കൂടെ കൂടുന്നതായിരിക്കും നമ്മൾ ഇൻകം. കൃത്യമായിട്ടാണെങ്കിൽ ഇൻകം ഇത് രണ്ടും കൂടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് കറക്റ്റ്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്, അത് തിരിച്ചല്ല. ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സിലും വൈയിലുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, എത്ര വൈ എക്സ് സ്പെൻഡ് ചെയ്തു, എക്സ് സ്പെൻഡ് ചെയ്ത് എക്സിൻ്റെ എത്ര മേടിച്ചോ അതിൻ്റെ പ്രൈസ്, വൈയിലും അതുപോലെ തന്നെ. സോ ദിസ് ഈസ് ദ വാട്ട് വി ക്യാൻ സേ ഇൻകം യു ആർ സ്പെൻഡിങ്. ആൻഡ് ഹിയർ യു നോ how much you are, the quantity of commodity X you are purchasing, that depends on here. You know, you are spending complete of your income on commodity X. കണ്ടോ ഈ ഒരു പോയിന്റ് നോക്കിയേ, ഇവിടെ നമ്മൾ എന്തെങ്കിലും വൈ മേടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ കോമ്പിനേഷൻ എന്തായിരിക്കും? എക്സ് എത്ര മേടിച്ചു? 100 മേടിച്ചു. വൈ എത്ര മേടിച്ചു? 0 മേടിച്ചു. അതായിരിക്കും ഇവിടുത്തെ. അപ്പോൾ എക്സ് 100, വൈ 0 ഇതായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സ് 0, വൈ 100. നേരെ തിരിച്ചിട്ട് കേട്ടോ, 200 നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒട്ടും എക്സ് മേടിക്കുന്നില്ല, ഇവിടെ നമ്മൾ ഒട്ടും വൈ മേടിക്കുന്നില്ല. ശരിയല്ലേ? നമ്മുടെ ഇൻകം എം ആണെങ്കിൽ എമ്മിനെ പി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് എത്ര യൂണിറ്റ് എക്സ് മേടിച്ച് നമുക്ക് കിട്ടും. ഇവിടെ നമ്മുടെ ഇൻകം വൈ എം ആണെങ്കിൽ നമ്മൾ എത്ര പ്രൈസ് ഓഫ് വൈ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എത്രമാത്രം വൈ മേടിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, ബിറ്റ്വീൻ ദിസ് you will have different combinations of x and y, x and y, x and y. Okay, so you have different combinations of what? X and y. Okay, so this is the budget space. This is the budget line which shows different combinations of two goods that you can purchase by spending the given income m. Okay, pretty low. So that is about the budget line. Basic thing about the budget line. Graphically budget line അങ്ങനെയാണ്. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാണാനുണ്ട്, നോക്കാം. ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ് എന്നാണ് അർത്ഥം. ഇതൊരു വേറൊരു സ്ലോപ്പാണ്, ഇതിന് വേറൊരു സ്ലോപ്പാണ്, ഇതിന് വേറൊരു സ്ലോപ്പാണ്, ഇതിന് വേറൊരു സ്ലോപ്പ്, ഇതിൻ്റെ ഒരു ഓക്കോഡ് സ്ലോപ്പാണ്. ശരിയല്ലേ? ഇതൊക്കെ ഒരു ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെയായിരുന്നുള്ളൂ, സ്ട്രേറ്റ് ലൈൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനൊരു സ്ലോപ്പുണ്ട്. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? അപ്പോൾ സ്ലോപ്പ് ഭയങ്കര പ്രധാനപ്പെട്ട. സ്ലോപ്പ് ഈസ് എ മാത്തമാറ്റിക്കൽ property which gives some idea about what we can say idea about the relationship between these two, or we can the relationship between the price of commodities, price of x and price of y. Okay, it is clear from about that budget line graphically shows the budget constraint means we have only this much of income. Okay, we cannot purchase this combination C, because to purchase this combination C your income should be this much, your budget line should be this much. അപ്പോൾ ഇത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ അല്ല, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇൻകം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് പോകരുത്, അതിനപ്പുറത്തേക്ക് പോകാനുള്ള ബഡ്ജറ്റ് നമുക്കില്ല. Okay, following points are important for the budget line. The combinations of commodities lying to the right of the budget line. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പറഞ്ഞിട്ട് സെക്കൻഡ് ഡിലീറ്റ് ചെയ്തു. വി എടുത്തു റേറ്റ് ബോണ്ട് എടുത്തു. ഓക്കെ, സോ എന്താ പറഞ്ഞത്? ദ കോമ്പിനേഷൻസ് ഓഫ് കമ്മോഡിറ്റീസ് ലൈങ് ടു ദി റൈറ്റ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. സി, ദിസ് ഈസ് പോയിന്റ് സി, വിച്ച് ഈസ് ലൈങ് ടു ദി റൈറ്റ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ആർ അൺഅറ്റൈനബിൾ. വി കനോട്ട് പർച്ചേസ് അറ്റ് പോയിന്റ് സി. വൈ? Because the income of the consumer is not sufficient
ഇൻകം പോരാ, ഇത്ര ഇൻകം ഉണ്ടായിരിക്കണമായിരുന്നു. അത്ര ഇൻകം ഉണ്ടോ? ഇല്ല. ഇത് 1000 രൂപയുടെ ബഡ്ജറ്റ് ലൈനാണ്. ഇതെത്രയായിരിക്കും? 1500 രൂപയുടെ ബഡ്ജറ്റ് ലൈൻ. 1500 രൂപ ബഡ്ജറ്റ് ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സി മേടിക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് സി മേടിക്കാൻ പറ്റില്ല. അത് നമുക്ക് അൺഅറ്റൈനബിളാണ്. ഓക്കെ, ഓക്കെ. ദെൻ നെക്സ്റ്റ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ഒരു സെക്കൻഡ്, ഞാൻ കോളിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തോട്ടെ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഓൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ഇൻസൈഡ് ദി ബഡ്ജറ്റ് ലൈൻ ഈസ് അറ്റൈനബിൾ. ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള പോയിൻ്റൊക്കെ നമുക്ക് അറ്റൈനബിളാണ്. പക്ഷേ ഉണ്ടല്ല, നമ്മുടെ ഇൻകം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതോടെ നമുക്ക് 10000 രൂപയുടെ ഇൻകം ആണെങ്കിൽ ഇതൊരു ഹലോ, ഓക്കെ, sorry for the disturbance. Okay, so all combinations of goods inside the budget, all combinations of the goods which are inside the budget line is attainable but not ideal, because they give only lesser amount of the commodities. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് 10000 രൂപ മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് മുടക്കാം. അപ്പോൾ അത്രയും സാധനം നമുക്ക് കിട്ടണമല്ലോ. നമ്മൾ 6000 രൂപയുടെ ഐറ്റങ്ങളാണോ നമുക്ക് കിട്ടണ്ടേ? അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടും ഈ പോയിൻ്റെല്ലാം. പക്ഷേ നമുക്ക് പോരാ, കുറച്ച് കമ്മോഡിറ്റി ഉള്ളൂ ഈ പോയിൻറ്റിനെ വെച്ച്, ഈ ബഡ്ജറ്റ് ലൈനിലുള്ള പോയിൻറ്റിനെ വെച്ച് ഈ കോമ്പിനേഷൻ വളരെ കുറച്ച് കമ്മോഡിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ഡിസൈറബിൾ അല്ല, നല്ലതല്ല, നമുക്കത് വേണ്ട എന്നാണ്. When the consumer spends his whole income, he can purchase those combinations of two commodities that is on the budget line. മനസ്സിലായല്ലോ? So when the consumer is spending his entire income, he can get any of the combinations on this budget line. Okay, that's the significance of the budget line. Now, when the consumer chooses point B on the intercept OB, okay, the entire income is spent on commodity Y. Okay, ഇപ്പോൾ നമ്മളിവിടെ ബി ഇട്ടിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഈ ബി പോയിൻ്റ് നമ്മൾ ഇവിടെ ഇടുമ്പോൾ ഇതാണ് ബി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഒ ബി ഇൻകം ഉണ്ട്. അപ്പോൾ ഒ ബി ഇൻകം എന്ത് ചെയ്യും? സോ ഒ ബി എമൗണ്ട് ഓഫ് കമ്മോഡിറ്റീസ് മേടിക്കുക. ഏതിൻ്റെ? വൈയുടെ മേടിക്കുക. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് വേറൊരു പോയിൻ്റ് ആയിരിക്കും, ഒ സി, ലൈക്ക് ദാറ്റ്, യു ക്യാൻ പുട്ട് ഇറ്റ് ദെയർ. സോ ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും എന്താ മേടിക്കുന്നത്? വൈ ആണ്. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ട് എന്താ മേടിക്കുന്നത്? എക്സ് ആണ് മേടിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടോ. സെയിം ബൈ പി വൈ, ലൈക്ക് ദാറ്റ്. ലൈക്ക് വൈസ് വെൻ ദി ഹി ചൂസസ് പോയിന്റ് എൽ, ദി എൻ്റയർ സിംഗിൾ സ്പെൻഡ് ഓൺ കമ്മോഡിറ്റി എക്സ്. സോ ദിസ് ഈസ് നോട്ട് സി, ദിസ് ഈസ് ലെറ്റ് ടേക്ക് ഇറ്റ്സ് എൽ. ഓക്കെ, സോ അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത്ര ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതല്ല. ഓക്കെ, ഹിയർ ദി ഇൻഡസ് L, x-axis measures the entire total income divided by the price of commodity. The soil is equal to M by PX. നമ്മൾ M by PX ഉം M by PY ഉം കണ്ട. A budget space shows a set of all commodity combinations that can be purchased spending the whole part of the given income, 10,000 rupees we mentioned in our example. The budget space can be written as like this algebraically: PX into X plus PY into Y is equal to M. Okay, where PX and PY denotes price of commodities X and what we can say Y respectively, and M stands for what we can say money income. The slope of the budget line is indicated by the commodity price ratio, which you can put as PX by PY. Okay, അപ്പോൾ ഈ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പിനെ കുറിച്ച് പറയാം. ഈ ചെരുവ് ഇവിടെ എത്താണ്? ഇത് പ്രൈസ് ഓഫ് എക്സാ, സോറി, ഇത് കമ്മോഡിറ്റി. അപ്പോൾ ഇവിടെ ഈ കമ്മോഡിറ്റി പ്രൈസ് റേഷ്യോ ആണ് നമുക്ക് ശരിക്ക് നമുക്ക് ഈ സ്ലോപ്പ് നമുക്ക് തരുന്നത് എന്താണ്? കമ്മോഡിറ്റി പ്രൈസ് റേഷ്യോ ആണെങ്കിൽ പി എക്സ് ബൈ പി വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ വൈ സിക്കിൾ ടു എം ബൈ പി വൈ മൈനസ് പി എക്സ് ഇൻറ്റു പി എക്സ് ഡിവൈഡ് ബൈ പി വൈ ഇൻറ്റു എക്സ്. ഇതായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇൻകമാണ്, ഇത് ഇക്വേഷനാണ്. ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. കാരണം താഴോട്ട് വരുന്നതുകൊണ്ടാണ് നെഗറ്റീവ്. പി എക്സ് ബൈ പി വൈ ആണ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ and px by py. Okay, and this is the budget line equation. And when the consumer's income changes, suppose from 10,000 rupees to 15,000 rupees, the budget line shift upwards. Okay, so again if the income of the consumer goes up, again it shifts upwards like that to 20,000 rupees. Okay, അപ്പോൾ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ഈ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻകം കൂടുതലായിട്ടാണ്. ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇൻകം കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഹയർ ലെവൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് ഇൻകത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ആൻഡ് നൗ വി ആർ കമ്മിങ് ടു സി
അത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. നമുക്കിനി ആ ഒരു ടോപ്പിക്കും കൂടെയാണ് നോക്കാനുള്ളത്. ഈ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും വെച്ച് എങ്ങനെയാണ് നമുക്ക് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം എത്തിച്ചേരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഗിവൺ ലെവൽ ഓഫ് ഇൻകം കാണും, ശരിയല്ലേ? അത് വെച്ച് നിങ്ങൾ ഏത് ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ നോക്കണം. ഏത് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സാണ് നിങ്ങൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മളൊരു ഇൻഡിഫറൻസ് കർവിനെ ചൂസ് ചെയ്യുക, മനസ്സിലായല്ലോ? അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിവൺ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും വേണ്ടത്. അതനുസരിച്ച് ഏത് ബഡ്ജറ്റ് ലൈനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. സോ ഹിയർ യു ക്യാൻ ഹാവ് വാട്ട് വി ക്യാൻ സേ ഇൻ ദിസ് ഡയഗ്രം യു ക്യാൻ ഹാവ് എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. 10,000 രൂപയുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷനാണ് ഈ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്, അല്ലെങ്കിൽ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണ്ടത്, 100 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് ബഡ്ജറ്റിലും നമുക്ക് തിരഞ്ഞെടുക്കും ഇവിടെ തീരും. അപ്പോൾ ദർ ക്യാൻ ബി 2 സിറ്റുവേഷൻ. ഇൻ ഫസ്റ്റ് സിറ്റുവേഷൻ യു വിൽ ഹാവ് എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് represented by given level of income. Here things are entirely different. You are trying to attain a given level of satisfaction. So given that satisfaction level you would like to have, okay, you are trying to get the budget line, okay, that combinations of that particular income which will help you to consume or purchase these two the combinations of these two commodities X, Y and X. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്കൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആണ്, നമുക്ക് ഇത്ര ഇൻകം ഉള്ളൂ. ഇവിടെ നമുക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഇൻകം വെച്ചിട്ട് നമുക്ക് ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷനുള്ള ഇൻഡിഫറൻസ് കർവ് സെലക്ട് ചെയ്യുക. നമുക്ക് പല ഇൻഡിഫറൻസ് കർവുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഇൻഡിഫറൻസ് കർവേ ഉള്ളൂ, അത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏത് ബഡ്ജറ്റായാലും നമുക്ക് പറ്റിയെന്ന് നോക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ 9,000 രൂപയുടെ ഒരു ബഡ്ജറ്റ് ലൈൻ ഇവിടെ ഉണ്ട്, അത് ഭയങ്കര ടാൻജൻ്റാണ്, കറക്റ്റാണ്, അത്രയും മാത്രം മതി. അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ നമുക്ക് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നമുക്ക് എളുപ്പം ഇച്ചോടെ റാഷണൽ, ഇച്ചോടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് വെച്ചാൽ നമുക്കൊരു ഗിവൺ എന്തുണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നൊരു കേസാണ് നമ്മൾ നോക്കുന്നത്. സോ ഹൗ യു ക്യാൻ ഗെറ്റ് എ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം using the indifference curve approach. The indifference curve analysis can be used to illustrate consumers equilibrium. Here, along with indifference curves, the budget line to also to be used to understand how a consumer reaches his equilibrium level of satisfaction by consuming the various combinations of the two commodities. Okay, so here along with the indifference curve, okay, the budget line tool also used. This is the budget line, this is the indifference curve, to understand how consumer reaches in his equilibrium given his level of income and to get a maximum level of satisfaction. So there are two tools you can use. First is indifference curve, which show each indifference curve shows a given level of satisfaction. Second is budget line, which show in budget line shows a given level of income for the consumer, or we can put it other ways that it is a budget constraint. A consumer is said to be in equilibrium when he is buying such a combination of goods that leaves him such that there is no tendency for him to rearrange his combinations of the two goods. He is at equilibrium, he is getting maximum satisfaction given his size of income. Okay, so that is the point about equilibrium. So what is consumer's equilibrium? Consumer's equilibrium is such a situation where the consumer has no tendency to rearrange his combinations of two commodities, okay, and he maximizes his satisfaction given the price of the commodities and the level of his income. So that is consumers equilibrium. ഒരു ഗിവൺ ലെവൽ ഓഫ് ഇൻകം വെച്ച് കൺസ്യൂമർ ഓരോ രണ്ട് കമ്പനിയുടെ വില ഇത്രയെന്നിരിക്കെ കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ പോയിന്റിൽ കിട്ടുന്നുണ്ട്. കൺസ്യൂമർ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ക്യാൻ സേ the consumer. He is then in a position to balance the allocation of his money expenditure among various goods. ഓക്കെ, അപ്പോൾ അത് ഈസ് ദെൻ എ പൊസിഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഓരോ നമുക്ക് ഇക്വിലിബ്രിയം കിട്ടുന്ന രീതിയിൽ നമ്മൾ പിന്നീട് നമുക്ക് ഇക്വിലിബ്രിയം ഇല്ലേ നമ്മൾ ഇക്വിലിബ്രിയം കിട്ടുന്ന രീതി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഫോളോയിങ് അസംഷൻസ് ആർ important about consumer equilibrium. The consumer has a given indifference curve map. Okay, this is an indifference curve map that is given. Okay, exhibiting scale of preference various combination of two goods. ഇപ്പം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണോ പോകുന്നത്? അല്ല, ഇങ്ങനെയാണ് പോകുന്നത്. Okay, so we have a given consumer what we can indifference curve, indifference map. An indifference map contains different indifference curves നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, so this is indifference curve map, indifference map. The consumer has a fixed
amount of money to spend on two goods. This is that fixed income represented by a given budget line. ഓക്കെ, സോ നമുക്ക് ഒരു ബഡ്ജറ്റ് ലൈനുള്ളൂ, കുറേ ഇൻഡിഫറൻസ് കാർ ആണെന്നല്ല ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം. അതെ, ബിസൈഡ് ഹി ഹാസ് ടു സ്പെൻഡ് ദ ഹോൾ ഓഫ് ഹിസ് മണി ഇൻകം ഓൺ ടു ഗുഡ്സ്. അതായത് ഇവിടെയല്ല സ്പെൻഡ് ചെയ്യും, ഇവിടെയല്ല സ്പെൻഡ് ചെയ്യും, ഇവിടെ എവിടെയെങ്കിലും അത് സ്പെൻഡ് ചെയ്യേണ്ടി. ഓക്കെ, ദെൻ പ്രൈസ് ഓഫ് ദി ടു ഗുഡ്സ് ഗിവൺ കോൺസ്റ്റൻറ്റ്. രണ്ട് കമ്മോഡിറ്റിയുടെയും വില ഗിവൺ ആണ്. ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവിസിബിൾ. PX1 പോലെ തന്നെയാണ് X1 പോലെ തന്നെയാണ് X2, Y1 പോലെയാണ് Y2. ഓരോ മാങ്ങ ഒരുപോലെ ഇരിക്കും, ഓരോ ആപ്പിൾ ഒരുപോലെ ഇരിക്കും, പിന്നെ മുറിക്കാനും പറ്റില്ല, ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർ ട്രൈ ടു റീച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ഡിഫറൻസ് by spending the given expenditure of money on the two goods. Disastrous the money income with the consumer and the price of two goods remains unchanged. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം നമ്മൾ M എന്നാണല്ലോ പറഞ്ഞത്, ചേഞ്ച് ചെയ്യല. പ്രൈസ് ഓഫ് എക്സ് ചേഞ്ച് ചെയ്യല, പ്രൈസ് ഓഫ് വൈ ചേഞ്ച് ചെയ്യല. മനസ്സിലായല്ലോ? അങ്ങനെ ഇരിക്കുക, അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഇത്രയും പൈസയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏത് ഇൻഡിഫറൻസ് കാർവിലാങ്കയം അദ്ദേഹം ചൂസ് ചെയ്യും, ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ട് എവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ, നമ്മൾ ഈ ഇക്വിലിബ്രിയത്തെക്കുറിച്ചുള്ള അനാലിസിസ് നമ്മളോട് പറയും. ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഇൻഡിക്കേറ്റ് ബൈ ബഡ്ജറ്റ് ലൈൻ ഫോഴ്സസ് കൺസ്യൂമർ ടു റിമെയിൻ ഇൻ ദി ഗിവൺ ആൻഡ് ബഡ്ജറ്റ് ലൈൻ. ഒരു ബഡ്ജറ്റ് ലൈൻ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടും. എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. You know, we have a budget constraint. That means, there is only one budget line. അല്ലേ, ഈ ഗിവൺ ലെവൽ ഓഫ് ഇൻകം നമുക്കുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഏത് ഇൻഡിഫറൻസ് കാർവിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇക്വിലിബ്രിയം സൊല്യൂഷൻ. സോ വി ആർ ഓപ്പറേറ്റിംഗ് വിത്ത് എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. എന്താണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്? ഗിവൺ ആണ് ഇൻകം എത്ര രൂപയുടെ? 10,000 രൂപയുടെ ഇൻകം നമുക്ക് ഇവിടെ കിട്ടണം. അത് വെച്ചിട്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഇൻഡിഫറൻസ് കാർ മാപ്പുണ്ട്, അല്ലേ? ഇൻഡിഫറൻസ് മാപ്പുണ്ട്. നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് മാപ്പ് കംപ്രൈസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കാർവ്സ് നമ്മൾ പറയും. അപ്പോൾ 3 ഇൻഡിഫറൻസ് കാർ വെച്ചിട്ട് നമ്മൾ മാത്രം മതി, പിന്നെ മുകളിലോട്ടൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് കിട്ടുമല്ല, ഇത് നമുക്ക് വേണ്ട, താഴെയാണ്. ഉണ്ടോ? മനസ്സിലായല്ലോ? താഴെയാണ്. ഇവിടെ ഈ ഇൻഡിഫറൻസ് കാർവ് ഈ ബഡ്ജറ്റ് ലൈനുമായിട്ട് പോയിൻറ്റിൽ ടാൻജൻ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് ഈസ് ദ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കാർവ്. ഓക്കെ, എ പോയിൻ്റ് ഓൺ വിച്ച് യു ക്യാൻ ഗെറ്റ് ഓർ റിയലൈസ് ബൈ spending your given income. What is that? PL. So point E gives the maximum level of satisfaction because at that point the indifference curve is tangent to the budget line. Okay, so this tangency give you the equilibrium given the budget constraint. Okay, അപ്പോൾ നമുക്ക് IC3 പറ്റുമല്ല, IC1 നമുക്ക് ആവശ്യമില്ല, താഴ്ന്ന സാറ്റിസ്ഫാക്ഷനാണ്. IC2 നമുക്ക് equilibrium solution തരുന്ന ഇൻഡിഫറൻസ് കർവാണ്. അറ്റ് പോയിന്റ് E on IC2 the consumer can reach maximum level of satisfaction, okay, with his given money income. The lower the indifference curve, the lower indifference curve below IC2 is achievable but gives only low level of satisfaction. Higher indifference curve IC2 is very good. Okay, not IC2, it is IC3 actually. Yes, so higher indifference curve IC3 is desirable but unattainable for the consumer. അതൊക്കെ സംബന്ധിച്ചുള്ള അത് കിട്ടുമല്ല, കാരണം അതിനുള്ള ഇൻകം അതൊക്കെ ഇല്ല. കാരണം ഈ ബഡ്ജറ്റ് ലൈൻ ഇത്രയേ ഉള്ളൂ. ഏതാണ് ഇല്ലേ, ഈ BL എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈനേ ഉള്ളൂ. ആ ഇൻകം വെച്ച് അദ്ദേഹത്തിന് ഈ IC2 അറ്റൈനബിൾ അല്ല എന്നാണ്, സോറി IC3 അറ്റൈനബിൾ അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പോയിൻ്റ് R എവിടെയെങ്കിലും ഉണ്ടോ? ഈ പോയിൻ്റ് R ഉണ്ടല്ലോ, ഇതിന് മുകളിലാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ ഒരു പോയിൻ്റ് Z ഉണ്ടെങ്കിൽ അത് അതിന് താഴെയാണ്. പോയിൻ്റ് Rലും പോയിൻ്റ് Zനും ഒരേ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അപ്പോൾ ഇത് പോരാ. അപ്പോൾ പോയിൻ്റ് S ആണെങ്കിലോ കൂടുതൽ നല്ല സാറ്റിസ്ഫാക്ഷനാണ്, പക്ഷെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പോയിൻ്റ് ചെയ്യാൻ നല്ല കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ആൻറ്റി ഇക്വിലിബ്രിയം പോയിന്റ് വാട്ട് ഹാപ്പൻസ് at the tangency point, രണ്ട് കറക്ഷൻ ഉണ്ട്. tangency point E, the slope of the budget line is equal to the slope of the indifference curve. That is very important. So what happens at the point tangency point E, the slope of the budget line BL, okay, is equal to the slope of the indifference curve 2. Okay, at point D രണ്ടിൻ്റെ സ്ലോപ്പ് ഇവിടെ സെയിം ആയിരിക്കും. അതാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഷോസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് MRS is equal to del y by del x നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ശരിയല്ലേ? ഇതാണ് അതിൻ്റെ സ്ലോപ്പ് കാണിക്കുന്നത്. ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പോ പി എക്സ് ബൈ കമ്മോഡിറ്റി പ്രൈസ് റേഷ്യോ പി എക്സ് ഡിവൈഡ് ബൈ പി വൈ ആണ്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും തുല്യമാണെങ്കിലോ then that shows MRS XY that is equal to del y by del x is equal to the slope of the budget line which is equal to px by py. ശരിയല്ലേ? അപ്പോൾ അതാണ് പി എക്സ് ബൈ പി വൈയുടെ ഈ സ്ലോപ്പ് സെയിം ആയിരിക്കും. വി ക്യാൻ ദെർഫോർ എക്സ്പ്രസ് ദി കോണ്ടീഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം ഓഫ് ദി കൺസ്യൂമർ ബൈ ഐദർ സെയിങ് ദാറ്റ് ഗിവൻ ദി ബഡ്ജറ്റ് ലൈൻ മസ്റ്റ് ബി ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ് ഓർ മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ മസ്റ്റ് ബി ഈക്വൽ ടു ദി കമ്മോഡിറ്റി പ്രൈസ് റേഷ്യോ. ഇനി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ, നമുക്കൊരു സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കൂടെ അതിൻ്റെ കൂടെയുണ്ട്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ പറയുന്നതാണ് ദി ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ടാൻജന്റ് അറ്റ് ദി പോയിന്റ് ഓഫ് ബഡ്ജറ്റ് അറ്റ് ദി പോയിന്റ് ഓഫ് the equilibrium and indifference curve should be convex to the origin. In that point, in this point, the indifference curve should be convex to the origin. Convexity. Convex ആയിരിക്കണം. So if these two conditions are met, we can say we have an equilibrium at point E. Okay, so that is about the second order condition, and we saw the primary condition, that is marginal rate of substitution of commodity xy is equal to del y divided by del x should be equal to the commodity price ratio px and py. Okay, so that is all about today's class, that is the consumers equilibrium. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ നിങ്ങൾ നോക്കണം, അതുപോലെ അസൈൻമെൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ താങ്ക്സ്, നാളെ കാണാം. ഓക്കെ, ബൈ. Thank you, sir. Okay, welcome. Thank you, sir. Okay, welcome. Thank you, sir.